വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. അക്കൗണ്ടൻസി എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫൈനൽ അക്കൗണ്ടിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് മെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ട്രേഡിംഗ് പീരീഡ് ബീങ് എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ് അപ് ടു ഡേറ്റ് ഈസ് നോൺ ആസ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. ട്രേഡിംഗ് പീരീഡ് എൻഡിങ്ങിൽ ആ ഇയറിലെ എക്സ്പെൻസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടി എഴുതുന്ന എൻട്രിയാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. നെക്സ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഫസ്റ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് തരുന്നതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റായിട്ട് എഴുതുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ മാത്രമേ എഴുതുള്ളൂ. അത് കറണ്ട് ലയബിലിറ്റി അസറ്റ്സ് ആയിട്ടാണ് എഴുതുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് എഴുതുക, കറണ്ട് അസറ്റായിട്ട് എഴുതുന്നു. സെക്കൻഡ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്ന ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ഡെബിറ്റ് സൈഡിലെ ഐറ്റത്തിനോട് ആഡ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് എടുക്കുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ മാത്രമേ എടുക്കുള്ളൂ. അത് കറണ്ട് ലൈബിലിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. തേർഡ്, അഡ്ജസ്റ്റ്മെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓർ പ്രീപെയ്ഡ് എക്സ്പെൻസ്. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്ന ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഏത് ഐറ്റമാണ് ആ ഐറ്റത്തെ ഡെബിറ്റ് സൈഡിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുന്നു. ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ് സൈഡ് എടുക്കുന്നു. പ്രീപെയ്ഡ് എക്സ്പെൻസ് ട്രയൽ ബാലൻസിലാണ് തരുന്നെങ്കിൽ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡുമേ എടുക്കുള്ളൂ, കറണ്ട് അസറ്റ് സൈഡാണ് എടുക്കുന്നത്. ഫോർത്ത്, അഡ്ജസ്റ്റ്മെൻറ്റ് അക്രൂഡ് ഇൻകം. അഡ്ജസ്റ്റ്മെൻറ്റാണ് തരുന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഐറ്റത്തിനോടുകൂടി ആഡ് ചെയ്തിടുന്നു. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റായിട്ട് എടുക്കുന്നു. ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിലാണ് അക്രൂഡ് ഇൻകം തരുന്നെങ്കിൽ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്സ് ആയിട്ട് എടുക്കുന്നു. നെക്സ്റ്റ് ഐറ്റം, റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്ജസ്റ്റ്മെൻറ്റ് തരുമ്പോൾ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ്സിൽ ഏതായിട്ട് ഐറ്റത്തിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുന്നു. ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ എഴുതുന്നു, കറണ്ട് ലൈബിലിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. നെക്സ്റ്റ്, ഡിപ്രീസിയേഷൻ. അഡ്ജസ്റ്റ്മെൻറ്റുകൾ തരുന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലെ ഫിക്സഡ് അസറ്റിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുന്നു. ഏത് ഫിക്സഡ് അസറ്റാണ് ആ ഫിക്സഡ് അസറ്റിൽ നിന്നാണ് ലെസ് ചെയ്ത് കാണിക്കേണ്ടത്. ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡാണ് തരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡ് മാത്രമേ എൻട്രി ചെയ്യുള്ളൂ. നെക്സ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ബാഡ് ഡെബ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആൻഡ് ഡിസ്കൗണ്ട് ഓൺ പ്രൊവിഷൻ ഫോർ സൺഡ്രി ഡെബ്റ്റ്സ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരികയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ ഡെബ്റ്റേഴ്സിൽ നിന്ന് ഈ ഐറ്റങ്ങളുടെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ബാഡ് ഡെബ്റ്റ്സ് ട്രയൽ ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് തന്നിട്ടുള്ളതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുന്നു. ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് ട്രയൽ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് പ്രീവിയസ് സൈഡിലെ ബാഡ് ഡെബ്റ്റ്സ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യേണ്ടത്. നെക്സ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസ്കൗണ്ട് ഓൺ പ്രൊവിഷൻ സൺഡ്രി ക്രെഡിറ്റേഴ്സ്. അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് തരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അഡ്ജസ്റ്റ്മെൻറ്റാണ് നമുക്ക് തരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുക. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റലോട് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് തരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് സൈഡിൽ എൻട്രി ചെയ്യണം. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലെസ് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക്. അബ്നോർമൽ ലോസ് ആണ്. തീപിടുത്തമുള്ള ലോസ് വരും. സ്റ്റോക്ക് ലോസ് ആയി പോവുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റാണ് തരിക. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ടോട്ടൽ ലോസാണ് എൻട്രി ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുക. സെൽഫ് ലോസ്, സ്വന്തമായി ലോസ് വഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ. ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന അസറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നൽകുന്ന എമൗണ്ടാണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എൻട്രി ചെയ്യുക. ലാസ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് മാനേജേഴ്സ് കമ്മീഷൻ. അഡ്ജസ്റ്റ്മെൻറ്റാണ് നമുക്ക് തരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യണം. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിലെ ഡെബിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. ഇത്രയുമാണ് ഫൈനൽ അക്കൗണ്ടിലെ അഡ്ജസ്റ്റ്മെൻറ്റ് ടിപ്സ്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു.